അസ്കാലൈറ്റ് സ്ഥാപിക്കാൻ ഉദ്ഘാടനം വേണമെന്ന ഒരു മന്ത്രിയുടെ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തെ വെട്ടിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മകരവിളക്ക് നാളിൽ ഉണ്ടായ പുല്ലുമേട് ദുരന്തത്തിൽ മരണസംഖ്യ വർദ്ധിക്കാൻ കാരണം ഈ മേഖലയിലെ വെളിച്ചക്കുറവാണെന്ന ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ഹരിഹരൻ കമ്മീഷൻ ഇടക്കാല റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി വേണുഗോപാൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടാണ് 50 അസ്കാലൈറ്റുകൾ വാങ്ങാൻ നടപടി സ്വീകരിച്ചത്. പത്തനംതിട്ട ജില്ലയ്ക്ക് 20ഉം കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് 15 വീതവും ലൈറ്റുകൾ കൈമാറാനാണ് തീരുമാനം. ശബരിമലയുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത കൂടുതലുള്ള പമ്പ സന്നിധാനം മേഖലകൾക്ക് പുറമെ പുല്ലുമേട്, ഉപ്പുപാറ, സത്രം, നിലയ്ക്കൽ, പാണ്ടിത്താവളം, ഹിൽടോപ്പ് എന്നിവിടങ്ങളിൽ സൂക്ഷിക്കാനുള്ള ലൈറ്റുകളാണിത്. ഫയർഫോഴ്സിനും പോലീസിനുമായി കൈമാറാനുള്ള ലൈറ്റുകളാണ് ഉദ്ഘാടകനെ കാത്ത് പത്തനംതിട്ട കളക്ടറേറ്റിൽ തന്നെ സൂക്ഷിക്കുന്നത്. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളെല്ലാം വനത്തിനുള്ളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ മേഖലകളിൽ വൈദ്യുതി എത്താത്തത് അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നതുമാണ്. ഇതിനെല്ലാം പരിഹാരമായാണ് അസ്കാലൈറ്റുകൾ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് പത്തനംതിട്ടയിൽ എത്തിച്ചതും. എന്നാൽ അസ്കാലൈറ്റിനും ഉദ്ഘാടനം വേണമെന്ന ഒരു മന്ത്രിയുടെ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണെന്ന് അറിയുന്നു. മന്ത്രിയുടെ തിരക്ക് കഴിയട്ടെ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഉദ്ഘാടനത്തിനു മുമ്പ് എവിടെയെങ്കിലും അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ഉപകരിക്കേണ്ട ലൈറ്റുകൾ എത്തിക്കാതിരുന്നതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്ന ആശങ്കയിലാണ് ജില്ലാ ഭരണകൂടമെന്നറിയുന്നു.